സിനിമ തിയേറ്ററുകളിൽ ആളുകളെ കയറ്റാനായി പല കാരണങ്ങളുണ്ടാവാം. ഒന്ന് താരങ്ങൾ, മറ്റൊന്ന് സംവിധായകർ. ഇതല്ലാതെ തിരക്കഥാകൃത്തിനെ കണ്ട് തിയേറ്ററുകളിലേക്ക് ജനങ്ങളെ കയറ്റുന്ന തിരക്കഥാകൃത്തിനോടൊപ്പം മുരളി ഗോപി. അദ്ദേഹത്തിന്റെ പുതിയ ചിത്രം ജൂൺ 25 അനന്തൻകാട് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ മുരളി ഗോപി ന്യൂസ് 18 ചേർന്നു. നമസ്കാരം സർ. നമസ്കാരം. ഒരു വലിയ ക്യാൻവാസിലേക്കാണ് അനന്തൻകാട് എത്തുന്നത്. അതിൻ്റെതായ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ ആവശ്യമാണ്. ട്രെയിലർ വല്ലാത്തൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ഒരു മുരളി ഗോപി തിരക്കഥയ്ക്കുണ്ടാകേണ്ട ക്യാൻവാസിൽ വരികയാണോ അനന്തൻകാട്? പ്രതീക്ഷകൾ എന്തൊക്കെ ജനങ്ങൾ വെക്കണം? ആദ്യത്തെ ചോദ്യമായിട്ട് ഞാൻ അത് മുന്നോട്ട് വയ്ക്കാം. ഇത് വളരെ മുമ്പ് തന്നെ മനസ്സിൽ വന്നു വീണൊരു ഐഡിയ ആണ്. അത് വളരെ പഴയ എൻ്റെ ഒരു പെറ്റ് തീംസിലൊന്നാണിത്. ഈ അനന്തൻകാടിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. കാരണം 1980s എൻഡിലും 1990s ബിഗിനിങ്ങിലും നമ്മുടെ രാജ്യം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു കാലത്താണ് എൻ്റെ കോളേജ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ആ കോളേജ് ജീവിതത്തിൻ്റെ സമയത്ത് പാട്ടും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കുന്ന സമയത്ത് കണ്ടുമുട്ടിയിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ വച്ചിട്ടുള്ള അന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷവും ഒക്കെ വച്ചിട്ടുള്ള ഒരു ഫിക്റ്റീഷ്യസ് സ്റ്റൈലാണ് അനന്തൻകാടിനുള്ളത്. ഇത് ഹൃദയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ്. എനിക്ക് GN കൃഷ്ണകുമാറായിട്ടുള്ള രണ്ടാമത്തെ സിനിമയാണ്. അപ്പോൾ അതാണ് എൻ്റെ പ്രത്യേകത. ഇപ്പോൾ ടിയാൻ പോലൊരു സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയമായിരുന്നു എന്നുള്ള ചോദ്യം ഞാൻ ആദ്യം ചോദിക്കാം. കാരണം ഇത് വളരെ ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ്. ഒരു സിനിമ നമ്മൾ തിയേറ്ററിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ തിയേറ്റർ സക്സസ് എത്രമാത്രം മുരളി ഗോപി റൈറ്റർ കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം ഞാൻ അത് ചോദിക്കാൻ കാരണം, ഇപ്പോൾ കമ്മാര സംഭവത്തിൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അന്ന് മുരളി ഗോപി പറഞ്ഞിരുന്നത് തിയേറ്റർ ബോക്സ് ഓഫീസ് വിജയമായാൽ മാത്രമേ അതിൻ്റെ രണ്ടാം ഭാഗം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. ലൂസിഫറിനും അതേ കാര്യം മുരളി ഗോപി പറഞ്ഞിരുന്നു. ഒരു തിയേറ്റർ സക്സസ് ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ എത്രമാത്രം വാല്യൂ കൊടുക്കുന്നുണ്ട്? വളരെയധികം വാല്യൂ ഉള്ളതാണ്. കാരണം സിനിമ ആത്യന്തികമായി തിയേറ്ററിനെ എയിം ചെയ്തിട്ടുള്ളൊരു കലാരൂപമാണ്, ഒരു ബിസിനസ്സുമാണ്, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉള്ളതാണ്. അപ്പോൾ തിയേറ്ററിൽ അതൊരു സക്സസ് ആവുക എന്നുള്ളത് പറയുന്നത് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം തന്നെ അതാണ്. ഒരു റൈറ്റർ എന്നുള്ള നിലയിലും എൻ്റെ സിനിമ തിയേറ്ററിൻ്റെ ഫുൾ മൈറ്റിൽ, അതായത് അതിൻ്റെ ഓഡിയോ വിഷ്വൽ ഡിസൈനിനെ ഒട്ടും തന്നെ ചോരാതെ കാണാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം തിയേറ്ററാണ്. പിന്നെ ഒരു കളക്റ്റീവ് വ്യൂയിങ് എന്നുള്ള നിലയിലും സിനിമ തിയേറ്ററിൽ കാണുക എന്നുള്ളത് സിനിമ തന്നെ ശഠിക്കുന്നൊരു കാര്യമാണ്. സിനിമ തിയേറ്ററിൽ വിജയമാവാതിരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അത് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് സാഡ്നെസ് ഉണ്ടാക്കുമെങ്കിലും പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാൻ ഏറ്റവും നല്ല വഴി തിയേറ്ററിലൂടെ തന്നെ കാണുക ആണെന്നറിയാൻ എനിക്ക്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് എല്ലാവരും തിയേറ്ററിൽ ചെന്ന് കാണേണ്ട ഒരു സിനിമയാണ് അനന്തൻകാട്. വലിയൊരു ഓഡിയോ വിഷ്വൽ ഡിസൈൻ ഉള്ളൊരു സിനിമയാണ് അനന്തൻകാട്. ആ ചോദ്യത്തിൻ്റെ ഒരു പകുതിയായിട്ട് ഞാൻ ബാക്കി തന്നെ ചോദിക്കാം. കമ്മാര സംഭവം 2 ഉണ്ടാവുമോ? കമ്മാര സംഭവം എഴുതുമ്പോൾ കമ്മാര സംഭവം 2 ഭാഗങ്ങളിലുള്ള സിനിമയായിട്ടാണ് അതിനെ ബേസിക്കലി കൺസീവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവേണ്ടതാണ്. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിനിമ സാമ്പത്തികമായി വിജയമായില്ലെങ്കിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാനുള്ള ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്. എന്നിരുന്നാലും കമ്മാര സംഭവത്തിന് റിലീസിന് ശേഷം കിട്ടിയിട്ടുള്ള ഒരു വലിയ സ്നേഹമുണ്ട് പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ആ സ്നേഹം കാണുമ്പോൾ അത് രണ്ടാം ഭാഗം ആലോചിക്കണം എന്നെനിക്കുണ്ട്, പേഴ്സണലി ഉണ്ട്. കാരണം രണ്ടാം ഭാഗം കൂടെ കഴിഞ്ഞാലേ കമ്മാര സംഭവത്തിൻ്റെ കഥ പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അതെ, കാരണം ആ ഒരു വേൾഡ് കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്യും. ഇപ്പം ഞാനൊക്കെ കമ്മാര സംഭവത്തിൻ്റെ ഡൈ ഹാർട്ട് ഫാനാണ്. അത് എത്ര വട്ടം റിപ്പീറ്റ് അടിച്ച് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഒരു ധാരണയില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ ആ ഒരു വേൾഡ് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ മോർ ദാൻ ലൂസിഫർ ഐ ലവ് കമ്മാര സംഭവം. അതുകൊണ്ടാണ് ഒരു ഫാൻ ഓഫ് ദാറ്റ് പ്രോജക്റ്റ് എന്ന രീതിയിൽ ഞാൻ ചോദിക്കുന്നത്. ഫോർ ദാറ്റ് സെക്കൻഡ് പാർട്ട് ടു ബി ഒരു പൂർണ്ണമാകണമെങ്കിൽ അതാവണം ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് ചോദിച്ചത്. കാരണം ശ്രീ ഗോകുലം മൂവീസിന്റെ ആണല്ലോ അതിന്റെ പ്രൊഡക്ഷൻ, അവർ തന്നെയാണ് അനന്തൻകാട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അനന്തൻകാട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മിനി സ്റ്റുഡിയോസ് ആണ്, വിനോദ് കുമാറാണ്. ഗോകുലം മൂവീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നല്ലേ? അതെ പ്രസന്റ് ചെയ്യുന്നത് ഗോകുലം മൂവീസാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി കമ്മാര സംഭവത്തിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനും അതുപോലെ ആഗ്രഹിക്കുന്നു. നമ്മൾ സിനിമ
ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ പല കാര്യങ്ങൾ കൊണ്ട് ഇപ്പം മുരളി ഗോപി സ്ക്രിപ്റ്റുകളിൽ പലപ്പോഴായി കാണുന്ന കാര്യം അപ്പോഴുള്ള ഓഡിയൻസിന് ചിലപ്പോൾ അത് ക്ലിക്ക് ആവണമെന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് അത് വീണ്ടും ആളുകളിലേക്ക് സംസാരിക്കപ്പെടുന്നു, സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച ചെയ്യുമ്പോഴാണ് ഓ ഇങ്ങനെയായിരുന്നല്ലോ ആ സിനിമയുടെ എസൻസ് എന്ന് പറയുന്നത്. ആസ് എ റൈറ്റർ അതെങ്ങനെയാണ് തോന്നുന്നത്? ഞാൻ എപ്പോഴും മുരളി ഗോപിനെ സെൽവരാഘവനായിട്ട് കണക്കാക്കാറുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പടങ്ങൾ ഇതുപോലെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആസ് എ റൈറ്റർ ഡസ് ഇറ്റ് ഗിവ് യു ഹൈ? കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അത് അന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല, പക്ഷെ പിന്നീട് വരുമ്പോഴും ഒരു ഹൈ കിട്ടുന്നുണ്ട് ആസ് എ റൈറ്റർ? അല്ല, ഒരു സിനിമയുടെ ജീവനകാലം എന്ന് പറയുന്നത് തിയേറ്ററിലുള്ള സമയം തന്നെയാണ്. ബാക്കി അതിന് കിട്ടുന്നതെല്ലാം പോസ്റ്റമസ് ഫെയിമാണ്, മരണാനന്തര സ്നേഹമാണ്. അപ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് അത് തിയേറ്ററിൽ തന്നെയാണ് അത് സക്സീഡ് ചെയ്യേണ്ടതെന്ന് എന്നുള്ള വിചാരമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ തിയേറ്ററിൽ അത് സക്സീഡ് ചെയ്തില്ല, പിന്നെ അത് ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ ആ സന്തോഷത്തിൽ ഒരു സങ്കടത്തിൻ്റെ ലാഞ്ചനയും ഉണ്ടാവും, അത് നാച്ചുറലാണ്. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമ്മൾ ഓരോ ആർട്ടിസ്റ്റുകൾക്കും നമ്മൾ ജീവൻ കൊടുക്കുന്നു. നമ്മളത് ലൊക്കേഷനിൽ വെച്ച് തന്നെ കാണുമ്പോഴേക്കും നമ്മൾ വിലയിരുത്തും, ഓക്കെ നമ്മുടെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എഴുതിയതിന് മുകളിലേക്കാണ് അവർ ജീവൻ നൽകിയതോ അല്ലെങ്കിൽ അതിൽ താഴെയാണോ എന്നുള്ള ഒരു മീറ്റർ റൈറ്റർ എന്ന രീതിയിൽ നമുക്ക് കിട്ടും. നമ്മൾ തന്നെ എഴുതുന്ന കഥാപാത്രം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിപ്പോൾ അതിൻ്റെ മീറ്റർ എവിടെ അളക്കുന്നത്? മോണിറ്ററിലാണോ അതോ പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ മീറ്റർ കിട്ടുമോ? ഒരു പക്ഷേ ഒരു ഇൻസ്റ്റൻറ്റ് ഉണ്ടായിട്ടുണ്ടോ, ഞാൻ എഴുതിയ കഥാപാത്രം പെൻ ടു പേപ്പർ ആക്കിയ കഥാപാത്രം ആദ്യം ഒന്ന് ഫ്രെയിമിൽ നിൽക്കുമ്പോൾ ഇല്ല എനിക്കത് ഇനിയും വർക്ക് ചെയ്യണം എൻ്റെ കഥാപാത്രത്തെ എന്ന് തോന്നിയ മൊമെൻറ്റ് ഇപ്പോൾ അനന്തങ്കാളിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ എഴുതിയ കഥാപാത്രങ്ങളും അല്ലാത്ത കഥാപാത്രങ്ങളും വേറൊരാൾ എഴുതിയ കഥാപാത്രങ്ങളും ഏതായാലും ഞാൻ ഒരു സെറ്റിൽ നിൽക്കുന്നത് ഒരു പടയാളിയെ പോലെയാണ്. അവിടെ റൈറ്ററിൻ്റെ ഒരു സ്വത്വം പുറകിലുണ്ടാവുമെങ്കിലും ആക്ടർ എന്നുള്ളത് ആ ഒരു 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 ചട്ടക്കൂടിനുള്ളിൽ നിന്ന് പെർഫോം ചെയ്യുന്ന ഒരു കാര്യമാണ് ആക്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ സ്ക്രിപ്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഡയറക്ടറിന് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ദൗത്യം. വൺസ് അത് ചെയ്തു കഴിഞ്ഞാൽ ഡയറക്ടറിൻ്റെ കമാൻഡിനനുസരിച്ച് ഒരു ചട്ടക്കൂട്ടിനകത്ത് നിന്നുകൊണ്ട് ഒരു ഫ്രെയിം വർക്കിനകത്ത് നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരാളാണ് ആക്ടർ. അപ്പോൾ ആ സമയത്ത് ഞാൻ ട്രൂലി ആക്ടറായിരിക്കും. പിന്നെ ഒരു കഥാപാത്രത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലല്ല. അത് ഞാൻ എൻ്റെ മാക്സിമം കൊടുത്താണ് എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യുന്നത്. എഴുത്ത് പോലെ തന്നെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് അഭിനയവും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫുള്ളി ഡയറക്ടറിൻ്റെ കമാൻഡിലായിരിക്കും. സജഷൻസ് പറയുകയും ഒക്കെ ചെയ്യുമെങ്കിലും ഡയറക്ടറിൻ്റെ കമാൻഡിൽ തന്നെ ആയിരിക്കും. തമിഴ് സിനിമ മലയാള സിനിമ കമ്പാരിസൺ ഒന്നുമല്ല. അനന്തൻകാടിലും ഇപ്പോൾ ആര്യ ചെയ്യുന്ന കഥാപാത്രം ഒരു തമിഴ് ഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ട്രെയിലറിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒരു രണ്ട് ഇൻഡസ്ട്രികളെയും വെച്ചൊന്ന് ചോദിക്കുകയാണ്. അതായത് തമിഴ് സിനിമയിൽ നമ്മൾ കാണുന്നത് കൂടുതൽ റൈറ്റർ ഡയറക്ടർ ഒരാളായിരിക്കും. ഇപ്പോൾ വരുന്ന സിനിമകളൊക്കെ തന്നെ റൈറ്റർ ആണെങ്കിൽ യു ഡയറക്ട് ദ ഫിലിം, ആ രീതിയിലേക്ക് മാറുന്നുണ്ട്. ഇവിടെ മലയാള സിനിമ ഇസ് റിച്ച് ഇൻ റൈറ്റേഴ്സ് എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും അധികമൊന്നുമില്ല, എന്നാൽ പോലും ഒരു സെപ്പറേറ്റ് റൈറ്റർ ഒരു സെപ്പറേറ്റ് ഡയറക്ടർ എന്നുള്ള രീതിയിലേക്ക് മുരളി ഗോപി ഡയറക്ഷനിലേക്ക് നീങ്ങുമോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട്, ഒരു സെപ്പറേറ്റ് ഡയറക്ടറുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കെമിസ്ട്രി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? ഡയറക്ഷൻ്റെ പ്ലാൻ വളരെ നാൾ മുമ്പ് തന്നെ ഉണ്ട്. പക്ഷേ എൻ്റെ ഈ റൈറ്റിങ്ങും ആക്ടിങ് അസൈൻമെൻറ്റ്സും ഉള്ളത് കൊണ്ട് അതിങ്ങനെ ഡിലേഡ് ആയി പോകുന്നൊരു കാര്യമാണ്. സംവിധാനം ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ റെഡിയായിട്ട് ആളുകൾ വരുന്നുമുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്ററും ഡയറക്ടറും തമ്മിൽ എപ്പോഴും ഒരു എന്താ പറയുക അഭേദ്യമായ ഒരു കണക്ഷൻ ആവശ്യമാണ്. കാരണം പ്രത്യേകിച്ച് റൈറ്റർ വേറൊരാളാകുമ്പോൾ അദ്ദേഹം കൺസീവ് ചെയ്തൊരു ഒരു സിനിമ അതിൻ്റെ മാക്സിമം ഡീറ്റെയിലിംഗിൽ എഴുതിയിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ സംവിധാനം ചെയ്യുമ്പോൾ റൈറ്ററുമായിട്ട് ഒരേ കടലാസ് പുറത്തിൽ തന്നെ സംവിധായകനും നിന്നാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കെമിസ്ട്രി റൈറ്ററും ഡയറക്ടറും തമ്മിൽ അത്യന്താപേക്ഷിതമാണ് സിനിമയിൽ. സിനിമയിലെ റൈറ്റർ വേറെയും സംവിധായകൻ വേറെ ആവുന്ന അവസരങ്ങളിൽ. അപ്പോൾ ആ കെമിസ്ട്രി മാക്സിമം ഉണ്ടാവാൻ ഞാൻ ശ്രമിക്കാറുണ്ട് എൻ്റെ ഡയറക്ടേഴ്സുമായിട്ട്. അതിൻ്റെ നന്നായിട്ട് വരുമ്പോൾ ഒരു സിനിമ സക്സസ് ആവുകയും ചെയ്യാറുണ്ട്. 2-3 കാര്യങ്ങൾ ആളുകൾക്കുള്ളിൽ അനന്തങ്കാടുമായി ബന്ധപ്പെട്ടുണ്ട്. ഒന്ന്, ഇത്രയും വലിയ ക്യാൻവാസിൽ ഈ സിനിമ വരുന്നു എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ വളരെ കീനായിട്ട് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ഫോളോ ചെയ്യുന്ന ആളായിട്ട് പോലും ഷോക്ക്ഡ് ആയി പോയി ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ട്. ഐ തോട്ട് ഇറ്റ് വാസ് ലൈക്ക് ഒരു സ്മോൾ ക്യാൻവാസിൽ വരാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും. പോസ്റ്റേഴ്സ് ഗെയിം ഹൈ, പക്ഷെ ട്രെയിലർ കണ്ടപ്പോൾ അതിനേക്കാൾ വലിയൊരു ഹൈ കിട്ടി. ഓ എന്നടാ പണി വെച്ചിരിക്കുന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ, അതുപോലെ അമ്മതൊരു ഐറ്റം ട്രെയിലർ കണ്ടപ്പോൾ തോന്നി. ഈ വേൾഡ് ബിൽഡിങ്ങിനെ കുറിച്ചൊന്ന് സംസാരിക്കാവോ? എങ്ങനെയാണ്? ബിക്കോസ് കഴിഞ്ഞ ദിവസം ഞാനൊരു മീറ്റിൽ മുരളി ഗോപി പറഞ്ഞത് കേട്ടത് ആര്യയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്തൊരു ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ്.
ആര്യയുടെ ആര്യയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്തതല്ല, ക്യാരക്ടർ എഴുതി വരുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ മുഖം ആര്യയുടേതായിരുന്നു എന്നാണ്. ഓക്കെ. അപ്പോൾ ഇത് അനന്തൻ കാട് എന്ന് പറയുന്നത് ഒരു മൾട്ടി ലിംഗ്വൽ എന്ന് പറയുന്നത് അതിൻ്റെ കോണ്ടന്റിൽ തന്നെ ഇത് ഒറിജിനലി ഒരു മലയാളം ഫിലിമാണ്. മലയാളം സിനിമയെ ആണെന്നിരിക്കെ തന്നെ ഇതിലെ ഓരോ കഥാപാത്രങ്ങളും അവരുടെ നേറ്റീവ് ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. ഇതിൽ തെലുങ്ക് ക്യാരക്ടേഴ്സ് ഉണ്ട്, തമിഴ് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഹിന്ദി ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരെല്ലാം നേറ്റീവ് ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് എഴുതുമ്പോൾ തന്നെ ഞാനത് അങ്ങനെ തന്നെ ഈ സിനിമ വരണം എന്നുള്ളത് കൊണ്ട് ഇത് മലയാളത്തിൽ നിന്നുള്ളൊരു പാൻ ഡ്രവീഡിയൻ ഒരു സ്കേപ്പിന് ഈവൻ ഹിന്ദിയും ഉണ്ട് ഇതിനകത്ത് ഫോളോ ചെയ്യുന്നൊരു സിനിമയാണ്. ഇതിൻ്റെ കഥ ഡിമാൻഡ് ചെയ്യുന്നത് അതാണ്. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും അവരുടെ നേറ്റീവ്, അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് തമിഴ് ക്യാരക്ടേഴ്സ് തമിഴ് തന്നെ സംസാരിക്കുന്നത് എന്നുള്ളത്. അത് മനസ്സിലാവും. അതിൻ്റെ ഡ്രാമയുടെ ഒരു പാർട്ടാണ്. ഇതൊരു ജോഗ്രഫി സ്പെസിഫിക് ആയിട്ടുള്ളൊരു സിനിമയാണ്. അനന്തൻകാട് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ പുരാതനമായ നാമങ്ങളിലൊന്നാണ് അനന്തൻകാട് എന്ന് പറയുന്നത്. ഇതൊരു വനമായിരുന്നു പണ്ട്. ഈ നഗരം, എല്ലാ നഗരങ്ങളും വനങ്ങളായിരുന്നല്ലോ പണ്ട്. ഇതും ഒരു വനമായിരുന്നു പണ്ട്. അപ്പോൾ വനങ്ങൾ മാറി നഗരങ്ങളാകുമ്പോഴും വനങ്ങളിലുള്ള വന്യത ഇപ്പോഴും മനുഷ്യ ഹൃദയങ്ങളിലുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ഗിവ് ആൻഡ് ടേക്സ് ഉണ്ടാവും. ഒരുപാട് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉള്ളൊരു സിനാരിയോ ആണ് ഈ സിനിമയ്ക്കുള്ളത്. ആ നിലയിൽ ഇത് ഒരുപാട് കാര്യങ്ങളെ ടച്ച് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. ഒരു കാലത്തിൻ്റെ ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള ഒരു ഇതാണ്. അത് ഇതിൻ്റെ ടാഗ് ലൈനിൽ തന്നെ പറയുന്നുണ്ട്, ദിസ് ഇസ് എ ടെയിൽ ദാറ്റ് ഓൾമോസ്റ്റ് ബിക്കേം എ ട്രൂ സ്റ്റോറി എന്ന് പറയുന്നുണ്ട്. അതാണ് ഇതിനെക്കുറിച്ചുള്ള എനിക്ക് പറയാനുള്ള ഒരു സംക്ഷിപ്തം. മുരളി ഗോപി എന്ന റൈറ്റർ അനന്തൻകാട് എന്ന സിനിമയുടെ വേർഡിക്റ്റിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? ഐ നോ യു ഗിവ് ഇമ്പോർട്ടൻസ് ടു എവറി മൂവീസ്. ആ വേർഡിക്റ്റ് എല്ലാം കൊടുക്കാറുണ്ട്, അതിൻ്റെ അനുസരിച്ചുള്ള ഇത് കൊടുക്കാറുണ്ട്. അനന്തൻകാടിൻ്റെ വേർഡിക്റ്റ് എത്രമാത്രം സ്പെഷ്യൽ ആയിരിക്കും? കാരണം ഞാൻ ചോദിക്കാൻ കാരണം, ടിയാൻ പോലൊരു സിനിമ എടുത്തു കഴിഞ്ഞിട്ട് ബോക്സ് ഓഫീസിൽ വലിയ വിജയമാവാതിരുന്നപ്പോൾ എന്തായിരുന്നു JKയും മുരളി ഗോപിയും തമ്മിലുള്ള ഡിസ്കഷൻ? അനന്തൻകാടിൻ്റെ വേർഡിക്റ്റ് വരുമ്പോഴേക്കും എന്താണ് നിങ്ങളുടെ പ്ലാൻ? ടിയാൻ വാസ്തവത്തിൽ ഒരുപാട് ഇപ്പോൾ അതിൽ ഒരുപാട് ആസ്പെക്ട്സ്, സ്പിരിച്വാലിറ്റി, അതിൽ വേദാന്തത്തിൻ്റെ ഇതുണ്ട്, മെൻഷൻസ് ഉണ്ട്, റിലിജിയോസിറ്റി, ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള തീംസ് ഹാൻഡിൽ ചെയ്യുന്ന കുറച്ച് എക്സ്പെരിമെൻ്റൽ നേച്ചറുള്ള ഒരു മെയിൻ സ്ട്രീം സിനിമയായിരുന്നു ടിയാൻ. അനന്തൻകാട് അങ്ങനെയല്ല. അനന്തൻകാട് വേറൊരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അത് പ്യുവർലി ഒരു മെയിൻ സ്ട്രീം വർക്കാണ്. അതിലൊരു എക്സ്പെരിമെൻറ്റേഷനും ഇല്ല. പക്ഷേ എന്നിരുന്നാലും അതൊരു ഗ്രാഫിക് നോവലിൻ്റെ സ്റ്റൈലിൽ എഴുതപ്പെട്ടിട്ടുള്ളതും സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളതുമായ ഒരു സിനിമയാണ്. ഓരോ സിനിമയും ആളുകൾക്ക്, എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെടണമെന്ന് കരുതി തന്നെയാണ് എല്ലാ എഴുത്തുകാരനും എല്ലാ സംവിധായകനും ആ സിനിമ ചെയ്യുന്നത്. പക്ഷേ അത് ചെയ്തു കഴിഞ്ഞ് ആളുകളിലെത്തുമ്പോൾ അത് ആളുകളാണ് തീരുമാനിക്കേണ്ടത്, പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ആ തീരുമാനം എന്തായാലും അത് റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞാൻ എപ്പോഴും ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ അനന്തൻകാടിന് വേണ്ടിയിട്ടായിട്ട് ഇപ്പം ഇഫ് ഇറ്റ് ഡസൻറ്റ് വർക്ക് ഓർ നോട്ട് അങ്ങനൊരു മൈൻഡ് ട്രബിളിങ് എന്നൊരു പരിപാടി ഇല്ല? ഇല്ല, അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കിനും കൊടുക്കാം എന്നുള്ളതിനുപരി അതിനെങ്ങനെ സ്വീകരിക്കപ്പെടുമെന്ന് ആലോചിച്ചിരിക്കാൻ പറ്റില്ല. നമുക്ക് മാക്സിമം ചെയ്യാനുള്ളത് ചെയ്യുക. ബാക്കി അതിൻ്റെ ഓരോ വർക്ക് ഓഫ് ആർട്ടിനും അതിൻ്റെതായ ഒരു വിധിയുണ്ട്. അതുപോലെ നടക്കും. പക്ഷെ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടുപ്പിച്ച് സോഷ്യൽ മീഡിയ കത്തിപ്പോയൊരു മൊമെൻറ്റ് പൃഥ്വിരാജ് റാൻഡംലി എംപുരാൻ്റെ ഒരു ഫാൻ ബോയ് എഡിറ്റ് സ്റ്റോറി ആക്കിയപ്പോഴാണ്. സോ അസ്രയേൽ ഇസ് കമ്മിങ് എന്നൊരു തോട്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ ഏറ്റവും ഒടുവിൽ ലാലേട്ടനും ആൻ്റണി പെരുമാറും ചേർന്ന വീഡിയോയിൽ ഒരു BGM പോലെ ഒരു ഹിൻറ്റ് തരുന്നുണ്ട്. ഈ ഹിൻസ് വെച്ച് ആളുകൾ എന്ത് കണക്കാക്കണം ശ്രീ മുരളി ഗോപി? ഇസ് അസ്രയേൽ ഓൺ ഓർ നോട്ട്? ലൂസിഫർ ഒരു ട്രിലജി ആയിട്ടാണ് ഞാൻ കൺസീവ് ചെയ്തിട്ടുള്ളത്. അതിന് എന്തായാലും അതിനൊരു തേർഡ് പാർട്ടും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൺക്ലൂഷൻ വരികയുള്ളൂ. അപ്പോൾ എന്തായാലും തേർഡ് പാർട്ട് ഉണ്ടാവണം. ഡിസ്കഷൻസ്, ഹാപ്പനിങ്സ്, ചർച്ചകൾ ഇല്ല, ഓൾറെഡി അത് തേർഡ് പാർട്ട് മുഴുവൻ ഉള്ളിൽ ഫോംഡാണ്. അതിൻ്റെ ടൈമും അതിൻ്റെ കറക്റ്റ് ഒരു മേളനം, റിസോഴ്സസിൻ്റെ മേളനം വരുമ്പോൾ അത് സംഭവിക്കും. അതിനകത്ത് വളരെ ചുരുക്കിയേ സംസാരിക്കുള്ളൂ എന്നുള്ളത്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നില്ല. നമ്മളൊരു സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുമ്പോഴേ, ഇപ്പം നമുക്കൊരു സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുമ്പോഴേക്കും നൗ മുരളി ഗോപി ക്യാൻ ആക്സസ് എനി പ്രൊഡക്ഷൻ കമ്പനി, അല്ലെങ്കിൽ വിശ്വസിച്ച് വരുന്ന ആളുകൾ ഉണ്ടാവാം, അതിനകത്തൊരു മണി മേക്കിംഗ് പരിപാടികളൊക്കെ ഓട്ടോമാറ്റിക്കലി ഫോം ചെയ്യും. ബട്ട് സ്റ്റിൽ പ്രൊമോഷൻസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാനായിക്കോട്ടെ? ഹൗ ഡു യു റേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഡക്ഷൻ ബിഫോർ ദ റിലീസ് ഓഫ് എ ഫിലിം?
ഞാൻ പ്രൊമോഷൻസ് വാസ്തവത്തിൽ സിനിമയുടെ വിസിബിലിറ്റി കൂട്ടുക എന്നുള്ളത് മാത്രമാണ് പ്രൊമോഷൻസിൻ്റെ ലക്ഷ്യം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള നിലയിൽ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കാം എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ആ സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് സത്യത്തിൽ നല്ലതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പരമ്പരാഗതമായ പ്രൊമോഷണൽ രീതികളിലാണ് എനിക്ക് വിശ്വാസം. കാരണം നേക്കഡ് ഐ പ്രൊമോഷൻസ് എന്ന് പറയും, അതായത് പോസ്റ്റേഴ്സ്, ഫ്ലെക്സ് ബോർഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ നല്ല ഒരു പ്രൊമോഷണൽ രീതി എന്ന് തോന്നിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ചുള്ള നമ്മളൊരു ഇൻട്രഡക്ഷൻ, ഒരു സിനിമയ്ക്കൊരു ഇൻട്രഡക്ഷൻ എന്നുള്ള നിലയിൽ, ഒരു സിനിമയ്ക്കൊരു ആമുഖം എന്നുള്ള നിലയിൽ സിനിമ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതൊന്ന് മനസ്സിലാക്കിപ്പിക്കാൻ പ്രൊമോഷൻസ് ഹെൽപ്ഫുൾ ആണെന്നാണ് തോന്നുന്നത് ഇപ്പോൾ ചെയ്യുന്ന ടെലിവൈസ്ഡ് പ്രൊമോഷൻസ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമുക്കിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആകെ കിട്ടുന്നത് കുറച്ച് കാര്യങ്ങളാണ്. ചിലപ്പോൾ പോസ്റ്റേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ട്രെയിലേഴ്സ് ആയിരിക്കാം. ഒരു ഇൻ്റർവ്യൂവർ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരാളെന്ന രീതിയിൽ വളരെ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് റിസോഴ്സസ് മാത്രമേ നമുക്ക് റിലീസിന് മുമ്പ് കിട്ടാറുള്ളൂ. പലപ്പോഴായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഓഫ് ട്രാക്ക് പോകാറുണ്ട്. അതായത് നമുക്ക് സിനിമയെ പറ്റി സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വേറെ പല കാര്യങ്ങളിലേക്ക് പോകും, അങ്ങോട്ടൊക്കെ പോകും. അതിനെപ്പറ്റിയുള്ള വിമർശനങ്ങളും നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ആസ് ഒരു ക്രിട്ടിക് എന്നുള്ള രീതിയിൽ ഹൗ ഡു യു, എന്താ തോന്നുന്നതിൽ? ഇസ് ഇറ്റ് ജസ്റ്റ് ആങ്കറിന്റെ പ്രശ്നം മാത്രമാണോ, അതോ ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കുറച്ചൊരു സിനിമയെക്കുറിച്ച് സിനിമയുടെ റിലീസിന് മുമ്പ് സംസാരിക്കേണ്ട ആൾ റൈറ്ററും ഡയറക്ടറുമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അവരാണ് ഏറ്റവും സംസാരിക്കേണ്ടി വരുന്നത് ഇപ്പോഴത്തെ ഒരു രീതികൾ. ഇത് വാസ്തവത്തിൽ സിനിമയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഡൗട്ട്സ് ഉണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ വിസിബിലിറ്റി ഒരുപാട് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺസ് ഉള്ളൊരു സമയത്ത് ഒരുപാട് കാര്യങ്ങളിൽ അവരുടെ ശ്രദ്ധ പോകുന്ന സമയത്ത് ഒരു കൺസേർട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊമോഷണൽ ക്യാമ്പയിൻ ചിലപ്പോൾ അവരിലേക്ക് സിനിമയെ എത്തിക്കാൻ കൂടുതൽ സഹായിക്കാം എന്ന് കരുതുന്നത് കൊണ്ടാവാം ഇത്. അത് ശരിയുമായിരിക്കാം. ഇപ്പോൾ അടുത്തിടെ ദൃശ്യം 3യുടെ ഹ്യൂജ് സക്സസ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംസാരങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ എനിക്ക് ഒറ്റ കാര്യം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു. ഐ ജി തോമസ് ബാസ്റ്റൻ എന്ന കഥാപാത്രവും ആളുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. പക്ഷേ അതിനേക്കാൾ ഉപരി ജിത്തു ജോസഫ് നടത്തിയൊരു പ്രസ്താവനയാണ്. അത് ഐ ജി തോമസ് ബാസ്റ്റൻ്റെ ഇംഗ്ലീഷ് ഡയലോഗുകൾ മുരളി ഗോപി തന്നെ എഴുതിയതാണ് എന്നുള്ളതാണ് ജിത്തു ജോസഫ് പറയുന്നത്. റൈറ്റർ എന്ന രീതിയിൽ ജിത്തു ജോസഫ് അത് ഫോം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഓരോ ഡയലോഗുകളുണ്ടല്ലോ, ഇപ്പോൾ നൗ ഇറ്റ് മേക്ക് സെൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഐ ജി തോമസ് ബാസ്റ്റൻ പറയുന്ന ഇംഗ്ലീഷ് ഡയലോഗുകൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങാറുണ്ട്. അതെങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നത് മുരളി? ഇപ്പോൾ നമ്മളൊരു മലയാളം സ്ക്രിപ്റ്റ് നമ്മളത് തർജ്ജമ ചെയ്യുന്നതാണോ, ഈ സമയത്ത് അത് ഇംഗ്ലീഷ് പറഞ്ഞാൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിരിക്കും എന്ന് തോന്നി മാറ്റുന്നതാണ്? ഇല്ല, അങ്ങനെയല്ല. ഒരു കഥാപാത്രമായിട്ട് നിൽക്കുമ്പോൾ ആ കഥാപാത്രത്തിന് ചേരുന്ന രീതിയിൽ ഡയലോഗ്സിൽ ചില സജഷൻസ് ഞാൻ കൊടുക്കാറുണ്ട്. അത് സജഷൻസും ഇംപ്രൊവൈസേഷൻസും ഒക്കെ ക്യാരക്ടറിൻ്റെ ബാലൻസും ആയാലും ക്യാരക്ടേഴ്സ് ചെയ്യുന്ന എനിക്ക് തോന്നുന്ന ഇംപ്രൊവൈസേഷൻസ് ഞാൻ സംവിധായകനുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ജീത്തു സംവിധായകനും എഴുത്തുകാരനുമാണ് ദൃശ്യം ഫ്രാഞ്ചൈസിൻ്റെ. അപ്പോൾ വളരെ എളുപ്പമാണ്. അത് രണ്ടും ഒരാളാകുമ്പം ഒരാളോട് സംസാരിച്ചിട്ട് ജീത്തു വളരെ വെൽക്കമിങ് ആയിട്ടുള്ളൊരു ആളാണ്. അപ്പോൾ എൻ്റെ സജഷൻസ് സ്വീകരിച്ച സജഷൻസാണ് ഞാൻ അതിൽ വന്നിരിക്കുന്നത്. അതായത് ഫുൾ ക്രെഡിറ്റ് ഓഫ് ഇറ്റ് ഗോസ് ടു ജീത്തു. എഴുതി വച്ചിരിക്കുന്നതിന് മാത്രമല്ല നമുക്ക് ട്വീക്ക് ചെയ്യാനും ഒക്കെ പറ്റും. ടെക്സ്റ്റ് ഉള്ളതുകൊണ്ടാണല്ലോ. ഈ മേടയിൽ കൊച്ച് എന്ന കഥാപാത്രം, നമ്മൾ ആ വരവെന്ന സിനിമയുടെ കഥാപാത്രത്തിൻ്റെ ഒന്ന് പറഞ്ഞു പോകണമെന്ന് തോന്നുന്നു. കാരണം ആ സിനിമയും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു 2 വട്ടം റിലീസ് ഡേറ്റ് മാറ്റി, വീണ്ടും ഡിലേ ആവുമെന്ന് കരുതുന്നു. അതുകൊണ്ട് മാത്രം ആ ക്യാരക്ടറിനെ പറ്റി എന്താണ്? ആ ക്യാരക്ടർ ഭയങ്കര ഫെറോഷ്യസ് ആയിട്ടൊരു ക്യാരക്ടറായിട്ടൊക്കെ നമുക്ക് പോസ്റ്ററിൽ തോന്നുന്നുണ്ട്. അത് ഷാജിയേട്ടൻ്റെ സിനിമകളിൽ അഭിനയിക്കാനുള്ള അവസരങ്ങൾ ഇതിനു മുമ്പും കിട്ടിയിട്ടുണ്ട്. ഷാജിയേട്ടൻ്റെ പടങ്ങളിൽ അഭിനയിക്കാൻ നേരത്തെയും അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതുവരെ അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് വേറെ അസൈൻമെൻറ്റ്സ് ഉണ്ട്. ആ സമയത്ത് എഴുത്തിൻ്റെയൊക്കെ തിരക്കിലായിരുന്നുകൊണ്ടാണ് സാധിക്കാതെ പോയത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിൽ ചെയ്യണം എന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഈ ഓഫർ വന്നപ്പോൾ ഞാനത് ചെയ്തത്. അത് AK സാജൻ ചേട്ടൻ്റെ തിരക്കഥയാണ്, ഷാജിയുടെ ഡയറക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ ജോണറിൽ അദ്ദേഹം ഒരു മാസ്റ്ററാണ് ഷാജിയൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. പിന്നെ ജോജു എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ്. ഞങ്ങൾ ഇതിലും തികച്ചും വിഭിന്നമായിട്ട് ഉള്ള ലുക്ക ചുപ്പി എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. വളരെ ലൈറ്റർ മൂഡിലുള്ള ഭയങ്കര ഒരു പ്ലേഫുൾ ആയിട്ടുള്ള ഒരു സിനിമ. അപ്പോൾ അത് കഴിഞ്ഞ് ഈ സിനിമയിൽ ചെയ്യുമ്പോൾ അത് വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മേക്കിങ്ങും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇതും വളരെ എക്സ്ട്രീംലി ഒരു ഹോട്ട് ഹെഡഡ് എക്സ്ചേഞ്ചസും ആക്ഷനും ഒക്കെ ഉള്ളൊരു മാസീവ് എൻ്റർടൈനർ എന്നുള്ള നിലയിൽ അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അല്ല, ഇപ്പം മുരളി ഗോപി പറഞ്ഞല്ലോ പ്രൊമോഷൻസിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഓൾഡ് സ്കൂളിൽ വിശ്വസിക്കുന്ന ആളാണ്. പൃഥ്വിരാജ് ഇതുപോലെ ഷാജി കൈലാസിനെ പറ്റി പറഞ്ഞത് ഷോർട്ട് ഡിവൈഡിങ്, ഇതെല്ലാം പക്ക ഓൾഡ് സ്കൂൾ
മോഡലിൽ സിനിമ ചിത്രീകരിക്കുന്ന ഒരാളാണെന്നുള്ളതാണ്. ഹൗ ഇസ് ഹിസ് ഷൂട്ടിംഗ് മെത്തേഡ്? അതായത് എനിക്കത് പൃഥ്വി പറഞ്ഞു കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പറയണമെന്ന് കേൾക്കാൻ ആഗ്രഹം തോന്നി. അതായത് കൃത്യമായി ഷോട്ട് ഡിവൈഡ് ചെയ്യുക, അങ്ങനെയാണോ? അല്ല, അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റിൽ അദ്ദേഹം മാസ്റ്ററാണ്. അപ്പോൾ സ്വന്തം ക്രാഫ്റ്റിൽ ടോട്ടൽ എക്സലൻസും, സ്വന്തം ക്രാഫ്റ്റിൽ എത്രത്തോളം കമാൻഡും ഒരു ഡയറക്ടറിനുണ്ടോ അത്രത്തോളം ആർട്ടിസ്റ്റുകൾ വളരെ ഫ്രീ ആയിരിക്കും. കാരണം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ഒരു സീക്വൻസിൽ എത്ര ഷോട്ട്സ് വേണം, അത് ഏതൊക്കെ ആംഗിൾസ് നിന്ന് വേണം. അപ്പോൾ നമ്മളൊരു സംശയം ചോദിച്ചാൽ അതിൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നത് വളരെ പ്രിസൈസ് ആയിട്ട് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള തികച്ചും സ്വന്തം ക്രാഫ്റ്റിൽ തികഞ്ഞ കമാൻഡുള്ള ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്. നമ്മൾ ക്യാരക്ടറായിട്ട് നിന്ന് പെർഫോം ചെയ്താൽ മതി. നമുക്ക് തോന്നുന്ന സജഷൻസും കാര്യങ്ങളും പറയുകയും അത് കൃത്യമായിട്ട് മനസ്സിലാവുകയും അദ്ദേഹം പറയുന്നത് എന്താണോ അത് കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു ആളാണ്. അത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഓൾഡ് സ്കൂൾ ന്യൂ സ്കൂളിലൊന്നുമില്ല, എഫക്റ്റിവിറ്റിയെ മാത്രമാണ് സിനിമയിലുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഷാജിയേട്ടൻ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു സംവിധായകമാണ്. ഞാൻ പറഞ്ഞ പോലെ ട്രെയിലർ ഭയങ്കര ഒരു ഹ്യൂജ് ക്യാൻവാസ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പൊക്കിയടിക്കുക അല്ലെങ്കിൽ ഞാൻ ഊതി വീർപ്പിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ട്രെയിലർ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് ഞെട്ടിപ്പോയ ഒരാളാണ് ഞാൻ. ചിലപ്പോൾ എൻ്റെ എക്സ്പെക്ടേഷൻസ് ലോ ആയതുകൊണ്ടായിരിക്കാം. ടിയാൻ പോലൊരു മാസ്റ്റർ പീസ് എടുത്ത് വെച്ചേക്കുന്ന 2 പേർ ചേർന്ന് വരുമ്പോഴേക്കും ഓഡിയൻസിനുള്ളിൽ, അതായത് ക്രിട്ടിക്കൽ ഓഡിയൻസല്ല ഞാൻ പറയുന്നത്, അന്ന് കണ്ട ആളുകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ടിയാൻ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു വലിയ പറ്റം ആളുകളുണ്ട്. ഞാൻ ചോദിക്കുന്നത്, സാധാരണയായി ഇതുപോലെ ഒരു കോംബോ വീണ്ടും ഒരു സിനിമ എടുക്കുമ്പോൾ ആളുകൾ ആദ്യ സിനിമ വെച്ച് കമ്പയർ ചെയ്യാറുണ്ട്. ആ കമ്പാരിസൺ ചിലർക്ക് ബാധ്യതയാവാറുണ്ട്. ചിലപ്പോൾ ചിലർ പറയും അങ്ങനെ ഒന്നും വരരുത്, ഒരു പ്ലെയിൻ മൈൻഡോടുകൂടി വരണം, ആ സിനിമയല്ല ഈ സിനിമ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്നാൽ പോലും ആ ബോഡി ഓഫ് വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ അതിന് മേലെ എക്സ്പെക്ട് ചെയ്യും. അങ്ങനെ എക്സ്പെക്ടേഷൻസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിരാശരാകുമോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ടിയാൻ ഇറങ്ങിയ സമയത്ത് അതിന് ഇഷ്ടപ്പെട്ടവരുമുണ്ട്, ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. അപ്പോൾ അത് 2 തരത്തിലാണ് എല്ലാ സിനിമയും വർക്ക് ചെയ്യാന്ന് പറയുന്നത്. ഒരു കോമൺ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ ഈവൻ ഗ്രേറ്റസ്റ്റ് ഫിലിംസിന് പോലും ഒരിക്കലും ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മൾ ഒരു സിനിമയെ വേറൊരു സിനിമയായിട്ട് കമ്പയർ ചെയ്തതെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇത് ഒരു സിനിമ പലരിലും പല തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടാക്കും, റെസ്പോൺസസും ഉണ്ടാക്കും. ടിയാൻ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മിലിവിലും ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റും ഉള്ളൊരു സിനിമയായിരുന്നു. കോണ്ടൻറ്റും വളരെയധികം ഡിഫറെൻ്റാണ്. അനന്തൻകാട് അങ്ങനെയല്ല. അനന്തൻകാട് വേറൊരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിന് രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം എന്ന് പറയുന്നതിൽ തെറ്റില്ല. അതും ഇതും തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. വളരെയധികം റൂട്ടഡ് ആയിട്ടുള്ള നമ്മുടെ എന്താ പറയുക, ഇമ്മീഡിയറ്റ് ഹിസ്റ്ററി എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1980s ഫാഗൻറ്റും 1990s തുടക്കമാണ് ഈ സിനിമയിലെ പ്രതിപാദ്യമായ സമയം. അപ്പോൾ അത് വളരെ ഒരു റീസെൻറ്റ് ഹിസ്റ്ററി എന്ന് പറയാം, അത്ര റീസെൻ്റ് അല്ലെങ്കിൽ പോലും ആ രീതിയിൽ അതിന് നല്ല രീതിയിൽ ആൾക്കാരിൽ ഒരു റെസൊണൻസ് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വൺ വേർഡ് അബൌട്ട് യുവർ കാസ്റ്റ് ആസ് വെൽ. ഇപ്പോൾ അപ്പാനിശ്വരത്തിനെ പറ്റി പറഞ്ഞു, ശാന്തിയെ പറ്റി പറയേണ്ടി വന്നു. ഇപ്പം ഒരു റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം കാസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് അയാളുടെ കഥാപാത്രങ്ങളെ ജീവിപ്പിക്കേണ്ട ആളുകളാണല്ലോ. നമ്മൾ വിചാരിക്കുന്ന പോലെ കാസ്റ്റ് നമുക്ക് എപ്പോഴും നമ്മുടെ കൈപ്പിടിയിൽ ഒത്താറുണ്ടോ? അനന്തൻകാടിൻ്റെ കാസ്റ്റിൽ എത്രമാത്രം സംതൃപ്തനാണ് റൈറ്റർ മുരളിഗോപി? ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഒരു സ്ക്രീൻ പ്ലേ എഴുതി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് കാസ്റ്റിംഗ് കറക്റ്റ് ആക്കുക എന്നുള്ളതിലാണ്. അപ്പോൾ ഞാൻ ഡയറക്ടറിനോട് ഇപ്പോൾ എഴുതുന്ന സമയത്ത് തന്നെ ചില ആൾക്കാരുടെ മുഖം തെളിഞ്ഞു വരും. അവർ തന്നെ വേണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കാറുണ്ട്. ഇതിലിപ്പോൾ ആര്യയുടെ ക്യാരക്ടറാണെങ്കിലും ശരി, ഇന്ദ്രൻ ചേട്ടൻ്റെ ക്യാരക്ടറാണെങ്കിലും ശരി, വിജയരാഘവൻ ചേട്ടനാണെങ്കിലും ശരി, ഇപ്പോൾ തെലുങ്കിലെ സുനിൽ എന്ന് പറയുന്ന ക്യാരക്ടർ, പിന്നെ ഓഫ്കോഴ്സ് അപ്പാനി ശരത്ത്, ദേവ് മോഹൻ, ശാന്തി, നിഖില, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും അനുയോജ്യരായിട്ടുള്ള കാസ്റ്റിംഗ് ആണ്. ഇതിന് മനസ്സിൽ കണ്ട പോലെയാണ് അത് വന്നിരിക്കുന്നത്. ഇന്ദ്രൻ ചേട്ടൻ്റെ ചങ്കാണെന്നാണ് ഇന്നലെ മുരളിഗോപി വിശേഷിപ്പിച്ചത്. ഇന്ദ്രൻ ചേട്ടൻ ആസ് എൻ ആക്ടറിന്റെ വളർച്ച എങ്ങനെ നോക്കിയാണ്? പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ കറുപ്പൊക്കെ കൊണ്ട് അങ്ങ് തകർക്കുകയാണ്. ഇല്ല, അദ്ദേഹത്തിൻ്റെ വളർച്ചയൊന്നും നമ്മൾ കമൻറ്റ് ചെയ്യാനുള്ളൊരു സ്റ്റാച്ചറൊന്നും എനിക്കില്ല. കാരണം അദ്ദേഹം നമ്മളൊക്കെ സിനിമ കണ്ട് തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം വന്ന ആളാണ്. സിനിമ കണ്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ദ്രൻ ചേട്ടൻ സിനിമയിലുള്ള ആളാണ്. അദ്ദേഹം സിനിമാ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് സഞ്ചരിച്ചിട്ടുള്ളൊരു വലിയ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം എന്തെല്ലാം മേഖലകളിൽ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് കിട്ടേണ്ട അംഗീകാരം തന്നെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വളരെ എന്താ പറയുക, എനിക്ക് വളരെ പേഴ്സണലി വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയുമാണ് ഇന്ദ്രൻ ചേട്ടൻ. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹം. അപ്പോൾ ആ നിലയ്ക്ക് ഞങ്ങളിപ്പോൾ 8ാമത്തെ സിനിമ എന്നാണ് എൻ്റെ ഓർമ്മ ഈ സിനിമ ഒരുമിച്ച് അഭിനയിക്കുന്നത്. പിന്നെ എൻ്റെ ക്യാരക്ടേഴ്സ് ഇപ്പോൾ ഇതിൽ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ക്യാരക്ടറിനെ എഴുതുമ്പം ഞാൻ ആദ്യം കൃഷ്ണകുമാറിനോട് പറഞ്ഞതും
ഇത് ഇന്ദ്രൻസേട്ടൻ അല്ലാതെ വേറെ ആരും ചെയ്യരുത് എന്നാണ്. അപ്പോൾ ഇന്ദ്രൻസേട്ടനുമായിട്ട് സ്ക്രീൻ പങ്കിടുമ്പോഴും നമ്മളിപ്പോൾ കനകരാജ്യത്തിൽ ചെയ്തിട്ടുണ്ട്, ഈ അടുത്ത കാലത്തിലുണ്ട്, കന്യക ടോക്കീസിലുണ്ട്. ഞാനും ഇന്ദ്രൻസേട്ടനും സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളിലും ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എനർജിയും എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. എന്തായാലും വളരെയധികം നന്ദി, സന്തോഷം ശ്രീ മുരളി ഗോപി. എനിക്ക് ആകെ കൊണ്ടൊരു വിഷമം എനിക്ക് അടുത്ത് ഉണ്ടാവാൻ പറ്റിയില്ല എന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ നെക്സ്റ്റ് ടൈം, യെസ് ഓഫ് കോഴ്സ്, റിലീസിന് ശേഷം എനിക്കൊരു പ്രത്യേക ഇന്റർവ്യൂ തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു, എൻ്റെ ഒരു അനാലിറ്റിക്കൽ മോഡിൽ സിനിമ സംസാരിക്കാനായിട്ട്. എന്തായാലും വളരെയധികം സന്തോഷം ശ്രീ മുരളി ഗോപി ഞങ്ങളോടൊപ്പം നിന്നതിൽ പങ്കുവച്ചത്. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.